ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടം മരപ്പാലം റോഡിലെ സ്റ്റെലൻബോഷ് കഫേയിലാണ്. ഹിയർ വി ഹാവ് ജ്യൂസസ്, ഷാർജാസ്, ഫലൂഡാസ് ഇൻ മോർ ദാൻ 100 വെറൈറ്റീസ് ഗൈസ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ഉണ്ട്, ലൈക്ക് സാൻഡ്വിച്ച്, നൂഡിൽസ്, ലൈക്ക് എക്സെട്ര എക്സെട്ര. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ലൈക്ക് പഞ്ചാബി ഷാർജ ഗൈസ്. അതിൻ്റെ കൂടെ അറേബ്യൻ ഫെലൂഡ ഉണ്ട്. കുറേ സ്പെഷ്യലായ വെറൈറ്റീസ് ഓഫ് ഐറ്റം ഉള്ളൊരു കഫേ എന്ന് പറയാം നമുക്കിത്. സോ എവറി വൺ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ക്ലാസി ചിക്കൻ സാൻഡ്വിച്ച്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചിക്കൻ സാൻഡ്വിച്ച് ഇൻഗ്രീഡിയൻസ്: സ്ലൈസിൽ ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുഞ്ഞിതായിട്ട് നല്ല സ്ലൈസിൽ അരിഞ്ഞെടുക്കുക. കുറച്ച് നേരം മയോണൈസ് ബ്രെഡിൽ പുരട്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതേപോലെ പുരട്ടിയെടുക്കുക. ക്യാരറ്റ് അരിഞ്ഞതുപോലെ സ്ലൈസ് മോഡൽ കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് കഴുകി വൃത്തിയായതിനു ശേഷം റൗണ്ട് മോഡൽ കട്ട് ചെയ്തെടുക്കുക. പകുതി മതിയാവും. ടൊമാറ്റോ, തക്കാളി സ്ലൈസ് മോഡലിൽ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ 4 എണ്ണത്തിനാണ് ഫുൾ അരിഞ്ഞേക്കുന്നത്. കുക്കുംബർ എടുക്കുക, പകുതി കട്ട് ചെയ്തെടുക്കുക. വിത്തെടുത്ത് മാറ്റുക. നല്ലോണം വാഷ് ചെയ്തെടുക്കുക. സ്ലൈസ് മോഡലിൽ കട്ട് ചെയ്തെടുക്കുക. എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കി എടുക്കുക. മതിയാവും. അടുത്തതായി ഉള്ളി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ബ്രെഡ് മയോണൈസ് തേച്ച് വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് സോസ് ഈ 4 സൈഡ് കൊടുക്കാം. ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയില 4 സൈഡും കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി, ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കുംബർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉള്ളി, അതിനുശേഷം പച്ചമുളക് സെൻറ്റർ ഭാഗത്തായിട്ടും കൊടുക്കുക. കുറച്ച് മയോണൈസ് 4 സൈഡ്. കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതായി നമ്മൾ ഉണ്ടാക്കി വെച്ച് ചിക്കൻ പാറ്റി കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. ഇനി ഓവനിനകത്തോട്ട് മാറ്റുക.
ഓവണിനകത്തോട്ട് മാറ്റാൻ പോവുകയാണ്. ടൈമിംഗ് ഉണ്ട്, ടൈമിംഗ് കറക്റ്റ് ചെയ്ത് വെക്കുക. 20, 30 ആ റേഞ്ചിൽ വെക്കുക. കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. കരിയാതെ നോക്കുക. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അധികം ഡ്രൈ ആക്കാതെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും.